MBBS അബ്രോഡ് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്കാണെങ്കിലും പാരൻസിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കൺസേൺ കൊടുക്കുന്ന ഒരു രാജ്യമാണ് ജോർജിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ജോർജിയനെ കുറിച്ച് നമ്മൾ എടുത്തു പറയുവാണെങ്കിൽ ജോർജിയ എന്ന് പറയുന്നത് ഒരു യൂറോ ഏഷ്യൻ രാജ്യം എന്നതിൽ കവിഞ്ഞ് ഇപ്പോൾ UK, ജർമ്മനി പോലുള്ള രാജ്യങ്ങളുടെ അക്കാദമിക് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ECTS സിസ്റ്റം അതേപടി ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് ജോർജിയ എന്ന് പറയുന്നത്. ECTS എന്ന് പറയുന്ന യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആൻഡ് അക്യുമുലേഷൻ സിസ്റ്റം. ഈ അക്കാദമിക് സിസ്റ്റമാണ് ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം ഫോളോ ചെയ്യുന്നത്. ഇതേ അക്കാദമിക് നിലവാരം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ സിലബസ് ഫോളോ ചെയ്യുന്ന മറ്റൊരു രാജ്യമാണ് ജോർജിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ജോർജിയയിൽ നമ്മൾ എവിടെ നിന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കാമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചിരിക്കുന്ന 36 യൂണിവേഴ്സിറ്റികളാണ് നമുക്ക് ജോർജിയയിലുള്ളത്. ഇതിൽ 5 പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ട്, 31 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ 36 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമുക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനത്തിന് NMC അപ്രൂവൽ ഉണ്ടോ, അതുപോലെ തന്നെ WHO ലിസ്റ്റിലുള്ള യൂണിവേഴ്സിറ്റിയാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ECFMG അപ്രൂവൽ നമ്മുടെ സ്ഥാപനത്തിനുണ്ടോ, WFME അപ്രൂവൽ ഉണ്ടോ, ലാബ്സ് ലൈബ്രറി ഫെസിലിറ്റി എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്ലിനിക്കൽ എക്സ്പ്ലോഷറിന് എത്രത്തോളം ഫെസിലിറ്റി നമ്മൾ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റിക്കുണ്ട്, ഇനി കടാവർ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും മനസ്സിലാക്കി വേണം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.